ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെ ഇഷ്ടമായ ഒരു മസാല ദോശയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് അതൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാള തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പാതി, 2 ഉരുളക്കിഴങ്ങ് എടുത്താൽ 1 സവാള ഇതിന് മതിയാവും. ഞാൻ 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ഗോൾഡൻ കളറാകുകയൊന്നും വേണ്ട. ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നിടം വരെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് 2-3 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ മസാല ദോശയ്ക്ക് ആവശ്യമായ മസാല റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ട് കൊടുക്കാം. ഒരു ദോശപ്പാനോ തവയോ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ പുരട്ടി നമുക്ക് ദോശമാവ് ഒഴിച്ച് വളരെ കനം കുറച്ച് ഇത് ചുട്ടെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ദോശ ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കി കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതൊന്ന് മൊരിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. മൊരിയുമ്പം നമ്മുടെ ദോശ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങും. ആ സമയം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മടക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഉണ്ടാക്കിയ മസാല കൊണ്ട് ഒരു 3 മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. സാമ്പാറും തക്കാളി ചട്നിയൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ ബൈ.